ഫ്രെയിമിന് വെളിയിലെ ചില മനുഷ്യർ. അമ്മ ആരോടോ ഉറക്കെ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ പുറത്തേക്ക് ചെന്നത്. നിശാന്തിൻ്റെ വീട്ടിലാണ്. മുറ്റത്ത് വല്യച്ഛൻ നിൽപ്പുണ്ട്. മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ അറിയാം. ബീഡിപ്പുക അന്തരീക്ഷമാകെ നിറഞ്ഞിരിക്കുന്നു. എനിക്ക് മുഷിച്ചിൽ തോന്നി. ഒരു വീട്ടിലേക്ക് ഇങ്ങനാണോ കയറി വരേണ്ടത്? മദ്യപിച്ചാൽ ആർക്കും ഉപദ്രവമുണ്ടാക്കാതെ വീട്ടിലിരുന്നാൽ പോരെ എന്നിങ്ങനെയുള്ള സോ കോൾഡ് സദാചാര ചിന്തകൾ എന്നിൽ ഉണർന്നു. ഈ കോലത്തിലാണോ വന്നേക്കണത്? വല്യമ്മയാണ്. വല്യമ്മ നേരത്തെ വന്നതാണ്. പാതി വഴിയിൽ വെച്ച് നടന്നോ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പോയ ആളുടെ ആടി ഉലഞ്ഞുള്ള വരവിൽ അസംതൃപ്തിയായ വല്യമ്മയുടെ മുഖത്ത് കാർമേഹക്കാടുകൾ നിറഞ്ഞു. വല്യച്ഛനെ വിവാഹശേഷം 3-4 തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അധികമൊന്നും മിണ്ടാറില്ല. തിരക്കുകളിൽ നിന്ന് മാറി ഏതെങ്കിലും കസേരയിൽ ദൂരേക്ക് നോക്കിക്കൊണ്ട് നിർജീവമായ മിഴികളോടെ ആ മെലിഞ്ഞ മനുഷ്യനിരിക്കും. മദ്യപിച്ചാലാണ് വല്യച്ഛൻ നിലയ്ക്കാതെ സംസാരിക്കാറുള്ളതെന്ന് വല്യമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടീച്ചറെ നമസ്കാരം. എന്നെ കണ്ടപ്പോൾ വല്യച്ഛൻ കൈ ഉയർത്തി ഉറക്കെ പറഞ്ഞു. എനിക്ക് ടീച്ചർ വിളി കേട്ടപ്പോൾ ചമ്മൽ തോന്നി. കളിയാക്കിയതാവണം. കോളേജിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വല്യച്ഛൻ അതും പറഞ്ഞ് അല്പനേരം മൗനം പൂണ്ടു. ഒരുപക്ഷെ കുറ്റപ്പെടുത്താനാകണം. ബന്ധുക്കളിൽ നിന്ന് സ്ഥിരം കേൾക്കുന്നത് അതാണ്. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? അവനവൻ്റെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ? ടീച്ചർമാർ പഠിപ്പിച്ചാൽ മാത്രം പോരെ? എന്തിനാണ് ആവശ്യമില്ലാത്തത് എഴുതുന്നത്? എന്തിനാണ് മിണ്ടുന്നത്? എന്തിനാണ് ശ്വസിക്കുന്നത്? എന്തിനാണ് എന്തിനാണ് എന്തിനാണ്? തല ധരിപ്പിക്കുന്ന ചോദ്യങ്ങൾ, ഉപദേശങ്ങൾ. സുരക്ഷിത മൗനങ്ങളിൽ ഒളിക്കാൻ സർവരും ആഹ്വാനം ചെയ്യുന്ന സമയമാണ്. അതൊക്കെ തന്നെയാവും വല്യച്ഛനും പറയാനുണ്ടാവുക. ഞാൻ കേൾക്കാൻ തയ്യാറായി ചുമരിൽ ചാരി നിന്നു. വല്യച്ഛൻ അപ്രതീക്ഷിതമായി എനിക്ക് നേരെ കൈ നീട്ടിയത് അപ്പോഴാണ്. അല്പം പകച്ച് ഞാൻ ആ കൈ പിടിച്ചു. നന്നായി. കുനിഞ്ഞു നിന്ന് യാചിക്കരുത്. നിവർന്നു നിന്ന് മരിച്ചാലും വേണ്ടില്ല. എത്രയോ തവണ വായിച്ചിട്ടുള്ള, ആവർത്തിച്ച് കേട്ടിട്ടുള്ള വാചകങ്ങൾ. എന്നാലും ആ സന്ദർഭത്തിൽ അതെനിക്ക് അവിശ്വസനീയമായിരുന്നു. വല്യച്ഛൻ്റെ ബോധമില്ലായ്മയിൽ നിന്ന് വന്നതാണോ ആ വാചകങ്ങളെന്ന് ഞാൻ സംശയിച്ചു. വല്യച്ഛൻ അങ്ങനെയൊക്കെ പറയും. മോളതൊന്നും കാര്യാക്കണ്ട. വല്യച്ഛൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലുള്ള വല്യമ്മയുടെ ആശ്വസിപ്പിക്കൽ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. വല്യച്ഛൻ മുറിബീഡി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് അകത്തേക്ക് കയറി. ബീഡിയുടെ കുത്തുന്ന മണം എനിക്ക് ദുസ്സഹമായി തോന്നി. ധ്യാനവും ആര്യക്കുട്ടിയും പുറത്ത് കളിക്കുകയാണ്. ഡാ! വല്യച്ഛൻ്റെ വിളി കേട്ടപ്പോൾ ധ്യാനു ഒന്ന് ഞെട്ടി. വല്യച്ഛൻ അവനെ കൈമാടി വിളിച്ചു. ധ്യാനു ഓടി വന്നു. നീ എത്രയിലാ പഠിക്കണേ? 3-ല്. എവിടെ പഠിക്കണേ? ധ്യാനു സ്കൂളിൻ്റെ പേര് പറഞ്ഞു. അവിടെ കവിത പഠിപ്പിക്കാറുണ്ടാ? ആ, ധ്യാനു തലയാട്ടി. എന്നാ ഒരു കവിത ചൊല്ല്, കേൾക്കട്ടെ. പറഞ്ഞു നിർത്തേണ്ട താമസം. സ്വിച്ചിട്ട പോലെ ധ്യാനു പാടാൻ തുടങ്ങി. കൂരിരുട്ടിൻ്റെ കീടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി ചീത്തകൾ കൊത്തി വലിക്കുകിലോ ഏറ്റവും വൃത്തിവെടുപ്പെഴുന്നോൾ. അടുത്ത വരി കിട്ടാതെ ധ്യാനു വിക്കിയപ്പോൾ വല്യച്ഛൻ ഉറക്കെ പാടാൻ തുടങ്ങി. ഒരു മദ്യപിനു മാത്രം സാധിക്കുന്നതത്രയും നിഷ്കളങ്കതയോടെ, ധൈര്യത്തോടെ, ലജ്ജയില്ലാതെ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിവോൾ. ബാക്കിയുള്ള വരികൾ രണ്ടാളും ഒന്നിച്ചായിരുന്നു പാടിയത്. പൊന്നുപൂലരിയുണർന്നെണീറ്റു ചെന്നു കിഴക്കുത്തി പൂട്ടിയിടുമ്പോൾ കാളുന്ന വാനത്തോ നാളികേര പൂളുന്നു വാടിക്കിടന്നിടുമ്പോൾ മുത്തക്കോ മത്താഴ വറ്റുവാനിൽ മുറ്റത്തു ചിന്നിയടിഞ്ഞിടുമ്പോൾ കേൾക്കാൻ പോളിമാരക്കൊമ്പിൽ നിന്നും കാക്കക്കരഞ്ഞിടും താരനാഥം. ഏതോ സിനിമയിലെ മോഹൻലാൽ കഥാപാത്രത്തിൻ്റെ അപ്രതീക്ഷിതമായ ആലാപനത്തിൽ അമ്പരന്നുപോയ നായികയെപ്പോലെ ഞാൻ നിന്നു. വല്യച്ഛൻ്റെ പാട്ട് അയൽക്കാർ കേൾക്കുന്നുണ്ടോ എന്ന ആശങ്കയിൽ വല്യമ്മ പരിഭ്രമിച്ച് ചുറ്റും നോക്കി. മിടുക്കൻ. വയലോപ്പള്ളീനെയാ നിനക്കിഷ്ടം? വല്യച്ഛൻ ധാനുവിൻ്റെ പുറത്ത് തട്ടി ആഹ്ലാദത്തോടെ ചോദിച്ചു. ആ, അഭിനന്ദനത്തിൽ മതിമറന്ന ധ്യാനു അത് നിഷേധിക്കാതെ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ഇഷ്ടപ്പെടണം. വയലോപ്പള്ളിയെ ഇഷ്ടപ്പെടണം. തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്കു ഞങ്ങൾക്കു മഷിപ്പാത്രം എന്നെഴുതിയ കവിക്കല്ലാതെ മറ്റാർക്കാണ് കാക്ക എഴുതാൻ കഴിയുക? മറ്റു കവികൾ കുയിലിൻ്റെയും മയിലിൻ്റെയും പുറകെ പോയപ്പോൾ വയലോപ്പള്ളി മാത്രമേ
കാക്കക്കരച്ചിൽ കേട്ടുള്ളൂ. കറുത്തവൻ്റെ തെളിതൻ്റെ കരച്ചിലാണത്. മേലാളൻ്റെ അഴുക്കുകൾ കൊത്തിവലിച്ച് വൃത്തിയാക്കുന്നവൻ്റെ. ഞാൻ ആ വ്യാഖ്യാനം കേട്ട് പകച്ചു നിന്നു. കുടിച്ചാൽ പിന്നെ തൊള്ളേ തോന്നിയ വർത്താന വല്യമ്മ പെറുപിറുത്തു. നിനക്ക് ആരെ ഇഷ്ടം? വയലോപ്പിള്ളീനെ തന്നെയാണോ? വല്യച്ഛൻ ആര്യക്കുട്ടിയോട് കുനിഞ്ഞു നിന്ന് ചോദിച്ചു. ആ, എനിക്കും വയലോപ്പിള്ളീനെ ഇഷ്ടം. വയലോപ്പിള്ളി വഴി ധ്യാനുവിന് ലഭിച്ച അഭിനന്ദനത്തിന് പങ്കുപറ്റാൻ ആര്യക്കുട്ടി ജാഗരൂകയായി. ആഹാ, എന്നാ നീയും പാട് കവിത. ഒട്ടും മടിക്കാതെ ആര്യക്കുട്ടി പാടാൻ തുടങ്ങി. തള്ളക്കോഴി മുട്ടയിട്ടു കൊത്തി വിരിഞ്ഞു 1 2 3 4 5 കുഞ്ഞുങ്ങൾ. അത് കവിതയല്ലടി പൊട്ടി. ധ്യാനു ആര്യക്കുട്ടിയെ പരിഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ആണ്, കവിതയാണ്. ആര്യ കോപിഷ്ഠയായി. ആ, എന്നാ കവിത തന്നെ, വല്യച്ഛൻ തീർപ്പ് കൽപ്പിച്ചു. ടീച്ചർ എന്താ കോളേജിൽ പഠിപ്പിക്കണേ? ചോദ്യം എന്നോടാണ്. ആ ചോദ്യത്തിൽ വല്ല അപകടവുമുണ്ടോ എന്ന് ഞാൻ ഭയന്നു. പരിഹസിച്ചതാവുമോ? എന്നെ എന്താ വല്യച്ഛൻ ടീച്ചറെന്ന് വിളിക്കണത്? പേര് വിളിച്ച പോരെ വല്യച്ഛന്? മലയാളം, ഞാൻ പതുക്കെ പറഞ്ഞു. ഛേ, അതല്ല, അതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ. മലയാളത്തിൽ എന്താന്നാ ചോദിച്ചത്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോളകത്തേക്ക് പൊക്കോ. വല്യമ്മ നീരസം പ്രകടിപ്പിച്ചു. ഇതൊന്നും കുടുംബത്തിൽ കയറി വന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലെന്ന് തോന്നിക്കാണുമോ വല്യമ്മയ്ക്ക്? വല്യച്ഛൻ്റെ ചോദ്യത്തിന് എന്തു മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ നിന്നു. പാശ്ചാത്യ സിദ്ധാന്തങ്ങളെന്നും ആധുനിക കവിതയെന്നും പൗരസ്ത്യ ദർശനമെന്നുമൊക്കെ പറഞ്ഞാൽ വല്യച്ഛന് മനസ്സിലാവുമോ? എനിക്ക് സംശയമായി. കവിതാന്നോ കഥാന്നോ പറയാം. കവിതയും കഥയും നോവലുമൊക്കെ. അയ്യേ, അതിപ്പോൾ എന്താ പഠിപ്പിക്കാനുള്ള, കളിയാക്കാനുള്ള പുറപ്പാട് തന്നെ. എന്നെ ആ നിർണായക സന്ദർഭത്തിൽ തനിച്ചാക്കി അമ്മയും വല്യമ്മയും അകത്തേക്ക് വലിഞ്ഞു. ധ്യാനുവും ആര്യയും മുറ്റത്തെ കളിയിലേക്കും. ആശാൻ്റെ കവിതകളൊക്കെ പഠിപ്പിക്കാനുണ്ടാ? വല്യച്ഛൻ ചോദിച്ചു. ആ, ഞാൻ തലയാട്ടി. ഏതാ? വീണപ്പൂവ്. പെട്ടെന്ന് ഓർമ്മ വന്ന പ്രസിദ്ധമായ ആശാൻ കവിതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്രശ്നോത്തരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. അവനീ വാഴ്വ കിനാവു കഷ്ടം. വീണപ്പൂവിലെ മർമ്മപ്രധാനമായ അവസാന വരികൾ ഒരു തത്വജ്ഞാനിയെപ്പോലെ പറഞ്ഞ് വല്യച്ഛൻ അല്പനേരം കണ്ണടച്ചു നിന്നു. പിന്നെ പതുക്കെ ഉമ്മറത്തെ കസേരയിലിരുന്നു. ദുരവസ്ഥ പഠിപ്പിക്കാനുണ്ടോ? ഇപ്പോൾ ഇല്ല. അതല്ലേ ഗംഭീരം. നിലനിൽക്കുന്ന എല്ലാ ദുരവസ്ഥകളെയും എതിർത്തവനാ ആശാൻ. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയനെന്ന് പാടാൻ ധൈര്യം കാട്ടിയവനാ. ആ കാലത്ത് സീതയെ കൊണ്ട് രാമനെ വിമർശിച്ചവനാ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുറക്കെ പ്രഖ്യാപിച്ചവനാ. എന്നാലും ഒടുക്കം വെയിൽസ് രാജകുമാരൻ്റെ പട്ടിനും വളയ്ക്കും മുന്നിൽ തലകുനിച്ചു. അത് ശരിയായില്ല. കരുതുവധിക ചെയ്യ വയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ലതി നിന്ധ്യമീ നരത്തു. ആ വരികൾ പെറുപെറുത്തുകൊണ്ട് വല്യച്ഛൻ കാൽ മുന്നിലെ ടീപ്പോയിലേക്ക് കയറ്റിവെച്ചു. അത്രയുള്ളൂ ജീവിതം. ഒരു ബോട്ടപകടം. തീർന്നു. എത്രയെത്ര വരികൾ ആ തൂലികയിൽ പിറക്കാൻ കാത്തിരിപ്പുണ്ടായിരുന്നിരിക്കണം. റെഡ്ഡിമർ മുക്കിക്കൊന്നു ആശാനെ. ആരാ റെഡ്ഡിമർ? അയാൾ എന്തിനാ ആശാനെ മുക്കിക്കൊന്നേ? കളിക്കിടയിൽ ധ്യാനു ആ കൊലപാതക വിവരം അറിയാൻ ആകാംക്ഷയോടെ ഓടി വന്നു. ഹ ഹ ഹ, വല്യച്ഛൻ ഉറക്കെ ചിരിച്ചു. അതൊരു ബോട്ടിൻ്റെ പേരാ മോനെ എന്ന് കേട്ടപ്പോഴേക്കും മരിച്ച ആകാംക്ഷയോടെ ധ്യാനു പിൻവാങ്ങി. റെഡ്ഡിമർ എന്ന വാക്ക് ഞാൻ ആദ്യമായി കേട്ടത് പണ്ട് ഏതോ ക്വിസ് മത്സരത്തിലെ ചോദ്യമായിട്ടാണ്. അന്ന് അതിനുത്തരം കിട്ടിയില്ല. വല്യച്ഛൻ ഇതൊക്കെ എത്ര കൃത്യമായി ഓർത്തു വെച്ചിരിക്കുന്നു. വല്യച്ഛൻ എത്ര വരെ പഠിച്ചു? പഠിപ്പ് നോക്കി ആളെ അളക്കാനുള്ള എൻ്റെ വൃത്തികെട്ട തന്ത്രത്തെ പാടെ തകർത്തത് വല്യച്ഛൻ പറഞ്ഞു. 10 തോറ്റു. കണക്ക് പരീക്ഷയിലാണ് തോറ്റത്. ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നല്ലേ നമുക്ക്. കണക്ക് കൂട്ടാൻ അറിയില്ല. അന്നും ഇന്നും എല്ലാ കണക്കുകളും പിഴച്ചോനാ ഈ ഇരിക്കണത്. ആത്മനിന്ദയോടെ അതും പറഞ്ഞ് വല്യച്ഛൻ ഉറക്കെ ചിരിച്ചു. ആ ചിരി എനിക്ക് അപ്പോൾ അരോചകമായി തോന്നിയതേയില്ല. വല്യച്ഛൻ ഒരുപാട് വായിക്കൂലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പണ്ട് വായിച്ചിരുന്നു. പണിക്ക് പോയി കിട്ടണ പൈസയ്ക്കൊക്കെ പുസ്തകം വാങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വല്യമ്മ പുറത്തേക്ക് വന്നു. വീട് ചെറുതായിരുന്നുകൊണ്ട് പുസ്തകങ്ങളൊക്കെ ചാക്കിൽ കെട്ടിവെക്കും. ഒരു ദിവസം ഇവളതെടുത്ത് കടലാസ് വിലയ്ക്ക് തൂക്കി വിറ്റു. ഷേക്സ്പിയറെയും ആശാനെയും മാരാരെയും
മുണ്ടശ്ശേരിയെയും കാരൂരിനെയും ചെറുകാടിനെയും മാക്സിനെയും ഒക്കെ തൂക്കിവിറ്റ മഹതിയാണ് ഈ നിൽക്കുന്നത്. വല്യച്ഛൻ വല്യമ്മയ്ക്ക് നേരെ കൈകൂപ്പി. വല്യമ്മ കുറ്റബോധത്തോടെ മുഖം താഴ്ത്തി. മുഴുവനും കൊടുത്തിട്ടൊന്നുമില്ല, കുറച്ചവിടെ ഇരിപ്പുണ്ട്. യുക്തിവാദിയായിരുന്നുകൊണ്ട് കോവൂര് ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പൊറ്റക്കാടും ലെനിനും ബഷീറുമൊക്കെ തലനാരി ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്നോ നടന്ന സംഭവമാണ്. ഇപ്പോഴും കുടിച്ചാൽ ഇതും പറഞ്ഞു തുടങ്ങും. വല്യമ്മ പരിഭ്രമിച്ചു. നിനക്കതിൻ്റെ വില മനസ്സിലാവില്ല. കൂലിപ്പണിയെടുത്ത് ഞാൻ വാങ്ങിക്കൂട്ടിയത് കള്ളും കഞ്ചാവുമായിരുന്നില്ല, പുസ്തകങ്ങളായിരുന്നു. ആരോട് പറയാനാണ്, ആർക്കും മനസ്സിലാവാനാണ്? വല്യച്ഛൻ കൈമലർത്തി. അമ്മ ചായയുമായി വന്നപ്പോൾ വല്യച്ഛൻ ചിരിച്ചുകൊണ്ട് തടഞ്ഞു. വേണ്ട, മരനീരുള്ളിലുണ്ട്, എന്നാ അകത്തു വന്ന് കിടക്ക, വല്യമ്മ പറഞ്ഞു. വേണ്ട, എനിക്കവിടെ കിടന്നാൽ ഉറക്കം വരില്ല. മോളകത്തേക്ക് പൊക്കോ. വല്യമ്മ വീണ്ടും എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. വേണ്ട, ഞാൻ കേൾക്കാനാണ് വല്യച്ഛൻ പറയണത്. അത്ര ഇഷ്ടത്തോടെ ഒരാളെ കേട്ടിട്ട് നാളുകളേറെയായിരുന്നു. തനിക്ക് ലഭിച്ച അപ്രതീക്ഷിത ശ്രോതാവ് വല്യച്ഛനെ ആവേശം കൊള്ളിച്ചു. വല്യച്ഛൻ പറയാൻ തുടങ്ങി. വായിച്ച പുസ്തകങ്ങളെപ്പറ്റി, ചെയ്ത സമരങ്ങളെപ്പറ്റി, തോൽവികളെപ്പറ്റി. ഇടയ്ക്ക് കയറി വല്യമ്മയും കഥ പറഞ്ഞു. വിവാഹനാൾ തന്നെ മാലയൂരി വല്യമ്മയുടെ കയ്യിൽ കൊടുത്ത് ഇൻ്റർവ്യൂവിന് മധുരയ്ക്ക് പോയ വല്യച്ഛനെ പറ്റി. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിമാരുടെയും കൂടെ ഉറങ്ങിയ വിവാഹനാളിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. വല്യമ്മയ്ക്കപ്പോൾ വിഷമമായോ? ഞാൻ ആ ചോദ്യം വെറുതെ ചോദിച്ചു. വല്യമ്മ ഉടൻ പറഞ്ഞു, എനിക്കൊരു വിഷമം ഉണ്ടായില്ല. ഇത് പോയപ്പോൾ സമാധാനമായി. വെളുക്കുവോളം വർത്താനം പറഞ്ഞ് ഞങ്ങൾ നടുമുറിയിൽ കിടന്നു. നിശാന്തിൻ്റെ അച്ഛൻ നന്നായി വായിക്കുമായിരുന്നു. അറിയോ, നാരായണൻ നാടകവും അഭിനയിച്ചിട്ടുണ്ട്. വിഷയം മാറ്റാൻ വേണ്ടി വല്യച്ഛൻ എന്നോട് പറഞ്ഞു. അറിയാം, ഞാൻ ആ കഥകൾ അമ്മ പറഞ്ഞു കേട്ടിരുന്നു. ഒരിക്കൽ വീട് വൃത്തിയാക്കലിനിടയിൽ കയ്യിൽപ്പെട്ട അച്ഛൻ്റെ പുസ്തകങ്ങൾ. ഏതോ മൂലയ്ക്ക് ചിതലരിച്ചു തുടങ്ങിയ ആ പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്നാണ് എനിക്ക് നാലുകെട്ടും മയ്യഴിപ്പുഴയും കാവിലെ പാട്ടും കഞ്ഞിക്കൊയ്ത്തും ധിക്കാരിയുടെ കാതലും ധർമ്മരാജയും പിന്നെ കുറേ നാടകങ്ങളും ലഭിച്ചത്. അത് കിട്ടിയപ്പോൾ നിധി പോലെ ഞാനത് സൂക്ഷിച്ചു വെച്ചു. അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പേ മരിച്ചിരുന്നു, 42-ാം വയസ്സിൽ ഒരു ഹൃദയാഘാതത്തിൽ. ഒരിക്കലും നേരിൽ കാണാത്ത അച്ഛൻ്റെ മനോഹരമായ കൈപ്പടയിൽ ആ പുസ്തകങ്ങളിൽ എവിടെയൊക്കെയോ കോറിയിട്ട ചില വരികളിലൂടെയാണ് ഞാൻ അച്ഛനെ അടുത്തറിഞ്ഞത്. KGS വിവർത്തനം ചെയ്ത ഒട്ടോ റെനെ കാസ്റ്റിലോയുടെ കവിത ഏതോ പുസ്തകത്തിൻ്റെ അവസാന പേജിൽ അച്ഛൻ എഴുതി വച്ചിരുന്നു. ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എൻ്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ രാജ്യം ക്രമേണ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്തു എന്നവർ ചോദ്യം ചെയ്യപ്പെടും. അന്ന് ദരിദ്രരായ മനുഷ്യർ വരും. ഈ അരാഷ്ട്രീയ ബുദ്ധിജീവികളുടെ കവിതകളിലും കഥകളിലും ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്തവർ. എന്നാൽ ദിവസവും അവർക്ക് അപ്പവും പാലും കൊടുത്തവർ, ഇറച്ചിയും മുട്ടയും കൊടുത്തവർ, അവരുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തവർ, അവരുടെ കാർ ഓടിച്ചവർ, അവരുടെ പട്ടികളെ വളർത്തിയവർ, അവരുടെ ഉദ്യാനങ്ങൾ കാത്തു സൂക്ഷിച്ചവർ. അവർ വരും, വന്നു ചോദിക്കും, യാതനകളിൽ ദരിദ്രൻ്റെ ജീവിതവും സ്വപ്നവും കത്തിയെരിയുകയായിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ? എൻ്റെ മനോജ്ഞമായ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികളെ, നിങ്ങൾക്ക് ഉത്തരം നൽകാനാവില്ല. മൗനത്തിൻ്റെ ഒരു കഴുകൻ നിങ്ങളുടെ കുടിലുകൾ തിന്നു തീർക്കും. നിങ്ങളുടെ തന്നെ നിസ്സഹായത നിങ്ങളുടെ ആത്മാവ് കരണ്ട് തിന്നും. നിങ്ങളുടെ ലജ്ജ നിങ്ങളെ നിശബ്ദരാക്കും. അച്ഛൻ്റെ കൈപ്പടയിലൂടെയാണ് ആ വരികൾ എൻ്റെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അച്ഛൻ. ഒരു വലിയ നഷ്ടമായി തോന്നിയത് അത് വായിച്ചപ്പോൾ മുതൽ കാണാം. ആ അസാന്നിധ്യം എനിക്ക് കൂടി വലിയൊരു നഷ്ടമാണെന്ന് തോന്നിയത് അപ്പോൾ മുതൽക്കായിരുന്നു. ഞാൻ എഴുതുന്ന വരികൾക്ക് ഇരു വീടുകളിലും വായനക്കാരില്ലാതെ അനാഥരാവേണ്ട ഗതികേട് അച്ഛനുണ്ടായിരുന്നെങ്കിൽ വരില്ലായിരുന്നുവെന്ന് എത്രയോ നഷ്ടബോധത്തോടെ ഞാൻ ഓർത്തിരിക്കുന്നു. പുസ്തകം ഒരനാവശ്യ വസ്തുവിനെ പോലെ മാറ്റിവെക്കില്ലായിരുന്നു ആരും. തൊട്ടാൽ പൊടിയെന്ന ഈ പഴയ പുസ്തകങ്ങൾ എന്തിനാണ് സൂക്ഷിച്ചു വെച്ച് റൂം വൃത്തികേടാക്കുന്നത് എന്ന് ആരും ചോദിക്കില്ലായിരുന്നു. ഇനി ബുക്കുകൾ വാങ്ങി അവിടെ ഇവിടെയും വെച്ചാൽ ഞാനതൊക്കെ പെറുക്കിക്കൂട്ടി വല്ലവർക്കും കൊടുക്കും എന്ന് പേരാമംഗലത്തെ പുസ്തകങ്ങളെ ചൂണ്ടി അമ്മ ഭീഷണിപ്പെടുത്തില്ലായിരുന്നു. എത്ര കാശാ ആവശ്യമില്ലാണ്ട് ചിലവാക്കണത്? ഇക്കണ്ട പുസ്തകം വാങ്ങിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 10 പവൻ സ്വർണം വാങ്ങാലോ എന്ന
വിദൂര താരതമ്യത്തിനു പോലും അർഹതയില്ലാത്ത താരതമ്യങ്ങൾ ആരും നടത്തില്ലായിരുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ പുസ്തകങ്ങൾ ലൈബ്രറികൾക്ക് വീതിച്ചു നൽകിയാൽ മതി എന്ന വിൽപ്പത്രം എല്ലാ ഡയറികളുടെയും താളുകളിലൊന്നിൽ ഞാൻ എഴുതി വയ്ക്കുന്നത് ഭയം കൊണ്ട് തന്നെയാണ്. ഗർഭനാളുകളിൽ ഞാൻ കണ്ട ഏറ്റവും ഭീതിതമായ സ്വപ്നം എൻ്റെ പുസ്തക അലമാര ആളിക്കത്തുന്നതായിരുന്നു. അത് കണ്ടതിൻ്റെ ആഹ്ലാദത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിന്ന് ചിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ അത്തരം സ്വപ്നങ്ങളെപ്പറ്റി ആരോടും പറയാറില്ലായിരുന്നു. മയൂര സന്ദേശത്തിലെ വരികളൊക്കെ മനോഹരമായി വല്യച്ഛൻ പാടുന്നത് കേട്ട് ഞാനിരുന്നു. ഇടയ്ക്ക് വല്യച്ഛൻ എന്നോട് പറഞ്ഞു, മോള് നന്നായി വായിക്കണാട്ടാ. ടീച്ചർ വിളിയിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ഞാൻ തലയാട്ടി. ഒരു കാര്യം ചെയ്യാം, അവിടെ ഇരിപ്പുള്ള ബാക്കി പുസ്തകങ്ങളൊക്കെ മോളെടുത്തോ. ഒന്നുമില്ലെങ്കിലും അത് വിൽക്കില്ലല്ലോ, അത് മതി. വല്യച്ഛൻ കുറേ നേരം നിശബ്ദനായി. എനിക്ക് ആ മനുഷ്യനെ പാവം തോന്നി. എനിക്ക് മനസ്സിലാവുമായിരുന്നു വല്യച്ഛനെ. അക്ഷരങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാൾ കൈവിട്ടുപോയ പുസ്തകങ്ങളെ ഓർത്ത് എന്തുമാത്രം വേദനിച്ചിരിക്കും. അവനുണ്ടായിരുന്നെങ്കിൽ അത് ആർക്കും കൊടുക്കില്ലായിരുന്നു. അവനിഷ്ടമായിരുന്നു പുസ്തകങ്ങൾ. വല്യച്ഛൻ്റെ സ്വരം ക്ഷീണിച്ചിരുന്നു. ഋഷിയെപ്പറ്റിയാണ് 21 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ മകനെപ്പറ്റിയാണ് വല്യച്ഛൻ പറയുന്നത്. ഞങ്ങളുടെ വിവാഹത്തിന് മുൻപേ ഋഷി മരിച്ചിരുന്നു. മിടുക്കനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റാങ്കോടെയാണെന്ന് തോന്നുന്നു ഡിഗ്രി പാസ്സായത്. വല്യമ്മയുടെ തേങ്ങിക്കരച്ചിൽ കേട്ടപ്പോൾ ഒന്നും ചോദിക്കാനില്ലാതെ ആശ്വസിപ്പിക്കാൻ അറിയാതെ ഞാൻ മുറ്റത്തേക്ക് നോക്കി നിന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞാണ് വല്യമ്മയുടെ വീട്ടിലേക്ക് പോയത്. വല്യച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തരാനായി പറഞ്ഞ പുസ്തകങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് വല്യമ്മ എടുത്തു തന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മൂല്യവത്തായ ഒരു സമ്മാനം. വിലാസിനിയും കോവൂരും ലെനിനും ആറ്റൂരും കാൾഡ്വെയിലും ദിമിത്രിയും പൊറ്റക്കാടുമെല്ലാം അതിലുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളിൽ പലതിൻ്റെയും ഏടുകൾ അടർന്നിരുന്നു. അറ്റം ചുളിഞ്ഞ് മടങ്ങിയിരുന്നു. മുഷിഞ്ഞ മണമുണ്ടായിരുന്നു. എന്നാലും അത്രമേൽ പ്രിയമുള്ള ഒരു സമ്മാനം അതിനു മുൻപോ പിൻപോ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മണമുണ്ടതിന്.